നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. കഴിഞ്ഞ 100 ദിവസമായി അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യം ഇപ്പോഴും ഒരു ശാശ്വതമായ സമാധാനത്തിന്റെ വഴിയിലേക്ക് നീങ്ങുന്നതിന് സൂചനയല്ല തരുന്നത്. ഇന്ന് ഇസ്രായേൽ വീണ്ടും ഇറാൻ മേഖലകളെ അല്ലെങ്കിൽ ഇറാന്റെ താൽപര്യ മേഖലകളെ ആക്രമിക്കുന്നു. ഇറാൻ തിരിച്ചടിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചതായി, ആക്രമണം തൽക്കാലത്തേക്ക് നിർത്തിയതായി പ്രഖ്യാപിക്കുന്നു. ഇനിയും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായാൽ തിരിച്ചുമൊരു യുദ്ധത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കും എന്നവർ സൂചന നൽകുകയും അല്ലെങ്കിൽ സന്ദേശം നൽകുകയും ചെയ്യുകയാണ്. അമേരിക്ക ഈ യുദ്ധം തുടരുന്നതിൻ്റെ സൂചനയല്ല, എങ്ങനെയെങ്കിലും നിർത്തണമെന്നതിൻ്റെ സന്ദേശമാണ് വാഷിംഗ്ടണിൽ നമ്മൾ കാണുന്നത്. രണ്ടുപേരും പ്രകോപനം അവസാനിപ്പിക്കണമെന്നും സമാധാനത്തിൻ്റെ കരാറിൻ്റെ സാധ്യതകൾ തേടണമെന്ന് പറയുന്നു. ഏപ്രിൽ 8 പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സീസ് ഫയറിന് ശേഷം ഇത്ര ബൃഹത്തായിട്ടുള്ള ഒരു പ്രത്യാക്രമണം നടക്കുന്നത് ഇതാദ്യമായാണ്. അമേരിക്ക വളരെ പണിപ്പെട്ട് ഒരു കരാറുണ്ടാക്കി എങ്ങനെയും ഈ പ്രതിസന്ധിയിൽ നിന്ന് തലയുരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും റീജിയണെ തന്നെ പിടിച്ചു കുലുക്കുന്ന യുദ്ധം ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാവുന്നതുപോലെ ഇത് 2-3 രാജ്യങ്ങൾ മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു യുദ്ധമല്ല. ഓൾറെഡി ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലെബനനിൽ ആക്രമണം നടത്തുന്നു എന്ന് മാത്രവുമല്ല, ഇറാന്റെ പ്രത്യാക്രമണം അമേരിക്കയുടെ താൽപര്യ മേഖലകളായിട്ടുള്ള GCC രാജ്യങ്ങളിലേക്കെല്ലാം വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വലിയ തോതിലുള്ള ഇൻസ്റ്റബിലിറ്റി, അനിശ്ചിതത്വം ഉണ്ടാക്കുന്നുണ്ട്. അത് ലോക സമ്പദ്ഘടനയെ തന്നെ ബാധിച്ചിരിക്കുന്നു. ഇന്ത്യയെ തന്നെ പലതരത്തിൽ അത് ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ യുദ്ധം ഇനിയും റീസ്റ്റാർട്ട് ചെയ്യുന്നത്, പുനരാരംഭിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ലോകത്തെ ഒരു വലിയ തോതിലുള്ള റിസഷനിലേക്ക് പോലും തള്ളിക്കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ വലിയ ജീവനാശവും അപകടവും ഉണ്ടാക്കാൻ ശേഷിയുള്ള യുദ്ധമായി വികസിക്കുമെന്നതിൽ നമുക്ക് സംശയമൊന്നുമില്ല. സോ ഇതിൻ്റെ സമാധാനത്തിൻ്റെ സാധ്യതകൾ അടയുകയാണോ ഇപ്പോൾ ചെയ്യുന്നത്? അത് ഇസ്രായേൽ പർപ്പസ്ഫുള്ളി അമേരിക്ക ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സമാധാന കരാറിനെ അടിയിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ശ്രമമാണോ, ടോർപിഡോ ചെയ്യുന്നതിൻ്റെ ശ്രമമാണോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് MC നാസർ, ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് ഹെഡാണ്, ശ്രീ ആഷിഖ് വാഫി, വിദേശകാര്യ വിദഗ്ധൻ, ഡോക്ടർ താജ് ആലുവ, മാധ്യമ പ്രവർത്തകൻ, ശ്രീ ബ്രിഗേഡിയർ മോഹനൻ പിള്ള, റിട്ടയർഡ് സൈനിക ഓഫീസർ, ഡോക്ടർ മേരി ജോർജ്, സാമ്പത്തിക വിദഗ്ധ എന്നിവരാണ്. ആദ്യം MCA, എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ അങ്ങോട്ട് ആക്രമിച്ചു, തിരിച്ചാക്രമിച്ചു, ഇപ്പോൾ നിലവിൽ ഇത് പോസ് ചെയ്തിരിക്കുന്നു എന്നാണോ അപ്ഡേറ്റ്? ഇത് ശാശ്വതമായ ഒരു പോസ് അവസാനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ സ്റ്റാറ്റസ് ഇപ്പോൾ എന്താണ്? നിഷത്ത്, രണ്ടു കൂട്ടരും, ഇസ്രായേലും അതോടൊപ്പം തന്നെ ഇറാനും, രണ്ടു കൂട്ടരും തൽക്കാലം സൈനിക നടപടികൾ നിർത്തിവെച്ചതായിട്ടുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അല്പം മുമ്പ് ഇസ്രായേലിൻ്റെ സുരക്ഷാ മന്ത്രിസഭാ യോഗം, കൗൺസിൽ യോഗം ചേർന്നിരുന്നു. ആ യോഗം കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം, ഇസ്രായേൽ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് പ്രകാരം ഇറാനെതിരായിട്ടുള്ള എല്ലാ സൈനിക നടപടികളും നിർത്തിവെക്കാൻ സൈന്യത്തോട് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അത് സൈന്യം നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലെബനാന് നേരെയുള്ള യുദ്ധം തുടരുമെന്ന ഒരു തീരുമാനം തന്നെയാണ് ഇസ്രായേൽ നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പും ദക്ഷിണ ലെബനാന് നേരെ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇന്ന് ഈ വെടിനിർത്തൽ അല്ലെങ്കിൽ ഈ ആക്രമണം നിർത്തിവെക്കുന്ന ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഇറാൻ അസന്നിഗ്ധമായി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ദക്ഷിണ ലെബനാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ബെയ്റൂത്ത് ഉൾപ്പെടെ തലസ്ഥാന നഗരിയിലേക്കൊക്കെ ഏതെങ്കിലും അർത്ഥത്തിൽ ആക്രമണം തുടരുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള മാരകമായിട്ടുള്ള തിരിച്ചടിക്ക് തങ്ങൾ നിർബന്ധിതമാകും. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്കയ്ക്കും അമേരിക്കൻ താല്പര്യങ്ങൾ വഹിക്കുന്ന ഇസ്രായേലിനും മാത്രമായിരിക്കും എന്ന ഒരു അസന്നിഗ്ധമായിട്ടുള്ള ഒരു വിശദീകരണമാണ് ഇപ്പം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇത് സ്ഥായിയായിട്ടുള്ള ഒരു വെടിനിർത്തലിലേക്ക് ഇത് പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം ലെബനാനിൽ നിന്ന് ഹിസ്ബുല്ലയുടെ ആക്രമണം ഉള്ളത് കൊണ്ട് തങ്ങൾക്ക് അവിടെ നിരന്തരമായിട്ട് തിരിച്ചടി നടത്തേണ്ടി വരും എന്ന ഒരു വിശദീകരണം നൽകിക്കൊണ്ടാണ് ആ ലെബനാൻ യുദ്ധത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തുടക്കം മുതൽ തന്നെ ഫെബ്രുവരി 28 ഈ ആക്രമണം ആരംഭിക്കുന്നു. 100 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഈ മേഖലയിലെ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ മാത്രമല്ല, മേഖലയിൽ ഒന്നാകെ തന്നെ അത് സൃഷ്ടിച്ചിരിക്കുന്ന ഭയാശങ്കകൾ, അത് സൃഷ്ടിച്ചിരിക്കുന്ന സാമ്പത്തികവും ഊർജ്ജപരവുമായിട്ടുള്ള പ്രതിസന്ധികൾ, അത് ഏറ്റവും തീവ്രമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇന്നും ഇന്നലെയുമായി ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം എന്നത് യമനിലെ ഹൂത്തികൾ കൂടി പ്രത്യക്ഷമായി തന്നെ ഈ യുദ്ധത്തിന്റെ ഭാഗമാകുന്ന ഒരു പ്രഖ്യാപനം അവർ നടത്തിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 38 ദിവസം നടന്ന ആ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ പോലും പ്രത്യക്ഷമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഹൂത്തികളുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നവർ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തി. അതുമാത്രമല്ല, ഇസ്രായേലിന്റെ കപ്പലുകൾക്ക് ചെങ്കടലിൽ പൂർണ്ണമായിട്ടുള്ള വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു തീരുമാനം കൂടി അവർ നടത്തിയിരിക്കുന്നു. അപ്പോൾ യുദ്ധം അതിന്റെ വ്യാപ്തിയിലേക്ക് നീങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. ഇറാഖിലെയും സിറിയയിലും വ്യോമാതിർത്തി ഏറെ നേരം അടച്ചിട്ട് ഇന്ന് ഉച്ചതിരിഞ്ഞ് മാത്രമാണ് അത് തുറന്നിരിക്കുന്നത്. അപ്പം മേഖലയെ പൂർണ്ണമായി തന്നെ സ്വാധീനിക്കുന്ന ഒരവസ്ഥ നിലവിൽ തന്നെ, ഈ ഒരു അരക്ഷിതാവസ്ഥ തന്നെ തുടരുന്നുണ്ട്. അപ്പോൾ ലെബനാന് നേരെ വീണ്ടും ആക്രമണവുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രംപ് ഉദ്ദേശിച്ചിരിക്കുന്ന, ട്രംപിന്റെ ഈ സമാധാനം എന്ന ആ അഭ്യർത്ഥന അംഗീകരിക്കും
സ്വീകരിക്കാനോ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ തങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടാകില്ല എന്നാണ് ഇറാന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വം ഒരുപോലെ തന്നെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ മധ്യസ്ഥ നീക്കങ്ങൾ വളരെ പരിമിതമായ തോതിൽ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ട്രംപ് നേരത്തെ ഇന്ന് രാവിലെ വ്യക്തമാക്കിയത് 2-3 ദിവസം കൊണ്ട് തന്നെ ഒരുപക്ഷെ കരാറിൽ എത്തിയേക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി മുഹ്സിൻ നഖ്വിയാണ് ഇപ്പോൾ തെഹ്റാനിൽ 3 ദിവസമായി തങ്ങി ഈ ചർച്ചകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ നിർദ്ദേശപ്രകാരമാണ് പാക് ആഭ്യന്തരമന്ത്രി തെഹ്റാനിലെത്തിയതും ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതും. പക്ഷേ ഒരു കരാറിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രത്യാഘാതങ്ങൾ വലിയ തോതിൽ തന്നെ ഈ മേഖലയെ വഷളാവാനുള്ള സാധ്യത കൂടുതലാണ്. അത് 2 രാജ്യങ്ങളെ മാത്രം എഫക്ട് ചെയ്യുന്ന കാര്യമായിരിക്കില്ല. അതിനപ്പുറത്തേക്ക് അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ലോകത്തെ ആകമാനം പിടിച്ചു കുലുക്കാൻ ശേഷിയുള്ള ഒരു മേഖലാ യുദ്ധമായി അത് വികസിക്കും എന്ന റിസ്ക് അവിടെ ഉണ്ട്. ഡോക്ടർ താജ് ആലുവ, ഇപ്പം ഈ കരാറിൻ്റെ പരിസരത്തെത്തിയെന്ന് ആവർത്തിച്ചു പറയുന്നു അമേരിക്ക. അതിനിടയിലുണ്ടാകുന്ന ഈ പ്രകോപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ടോർപിഡോ ചെയ്യുകയാണോ ഇസ്രായേൽ? ഇപ്പോൾ ഒരു സമാധാനം പാടില്ല. അതായത് തിരിച്ചടിക്കാൻ ശേഷിയുള്ള ഇറാൻ ആയിട്ടാണ് ഇപ്പോൾ ഇറാൻ നിൽക്കുന്നത്. അതിന് കോട്ടം വരുത്താൻ നമുക്ക് പറ്റിയിട്ടില്ല. കോട്ടം വരുത്തിയിട്ടേ പിൻവാങ്ങാവൂ എന്ന് മാത്രവുമല്ല, ഞങ്ങളല്ലാത്ത മറ്റ് റീജിയനിലെ എല്ലാ രാജ്യങ്ങളും ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെടുകയോ ദുർബലപ്പെടുകയോ ഒക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ ഇൻവേഷൻ പ്രോജക്റ്റ് ഇതിനിടയിലൂടെ നടന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു പോസിലേക്ക് അല്ലെങ്കിൽ ഒരു നിർത്തലിലേക്ക് ഇപ്പോൾ പോകുന്നത് ശരിയല്ല എന്ന ഇസ്രായേൽ താല്പര്യമാണോ നമ്മൾ ഇപ്പം ഇന്ന് ഈ പ്രവർത്തിച്ച് കണ്ടത്? നിഷാദ്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായിട്ട് ഇറാൻ ഒരു സീസ് ഫയർ അഗ്രിമെന്റ് അല്ലെങ്കിൽ ഈ യുദ്ധം നിർത്താനുള്ള ഒരു ശാശ്വതമായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പരാജയം അംഗീകരിക്കുക എന്നുള്ളതാണ്. കാരണം ഈ യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിമൈസ് തന്നെ ഇറാനെ സമ്പൂർണമായി തകർക്കുക, അവരുടെ ആണവശേഷി തകർക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ യുദ്ധം തുടങ്ങുന്നത്. പക്ഷെ അങ്ങനെ ഒരു ലക്ഷ്യവും ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇതുവരെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ലോകത്തിന് മുന്നിൽ, എല്ലാവർക്കും മുന്നിൽ വളരെ തുറന്നു കിടക്കുന്ന ഒരു സത്യമാണ്. പക്ഷെ ആ സത്യം അംഗീകരിക്കാനോ ഇറാനെതിരെയുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള ആക്രമണങ്ങളിൽ അയവ് വരുത്താനോ ഒരു ഘട്ടത്തിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറായിട്ടില്ല. അമേരിക്ക അതിന് തയ്യാറാകുന്നു എന്ന് കാണുമ്പോൾ അതിന് പാര വെക്കുക, അതിന് ഉടക്ക് വെക്കുക എന്ന ഒരൊറ്റ നയത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നത്. പ്രത്യേകിച്ച് എന്തുകൊണ്ട് അമേരിക്കക്ക് ഒരു ഡീൽ ആവശ്യമാണെന്ന് ചോദിച്ചാൽ, അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് നിന്നുണ്ട്, അമേരിക്കൻ പൊതുജനത്തിന്റെ അകത്ത് നിന്നുണ്ട്. അതുപോലെ തന്നെ ആഗോള തലത്തിൽ തന്നെ അതിശക്തമായ സമ്മർദ്ദം ട്രംപ് നേരിടുന്നു എന്നുള്ളത് വാസ്തവമാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു മിലിറ്ററി ഓപ്ഷൻ ഇപ്പോൾ ഇറാനെതിരെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണം ഒരു നിലക്കും തുടരാൻ പറ്റാത്ത അത്ര വലിയ പ്രതിസന്ധി അമേരിക്ക അനുഭവിക്കുന്നു. നമുക്കറിയാം, മിലിറ്ററി ഓപ്ഷൻ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമായിരുന്നുവെങ്കിൽ ട്രംപ് അത് പിന്തുടരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇറാനെ തീർക്കുക, ഇറാന്റെ നാഗരികതയെ ഒരു രാത്രി കൊണ്ട് നശിപ്പിക്കുക എന്നിങ്ങനെയുള്ള ധാരാളം തുടർച്ചയായിട്ടുള്ള വീരവാദങ്ങൾ ട്രംപ് മുഴക്കിയിരുന്നു, ഭീഷണി മുഴക്കിയിരുന്നു. പക്ഷെ അതൊന്നും നടക്കാത്തതിന്റെ കാരണം അത് നടപ്പാക്കാനുള്ള ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇറാനെതിരെ അത് പ്രയോഗിക്കാനുള്ള ഒരു കപ്പാസിറ്റി അമേരിക്കയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. കാരണം ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ന്യൂക്ലിയർ ബോംബിനേക്കാളും ശക്തമായിട്ടുള്ള ഒരു ആയുധമാണ്. അത് ഹോർമുസ് കടലിടുക്കുന്ന ആയുധത്തെയാണ് ഇറാൻ അമേരിക്കക്കെതിരെ ഉപയോഗിച്ചത്. ആ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടുകൂടി അതോടൊപ്പം തന്നെ അമേരിക്കയുടെ മേഖലയിലുള്ള സകല ബേസുകളെയും ആക്രമിച്ച് അതിന് പൂർണ്ണമായും അതിന് കേടുപാടുകൾ വരുത്തിയതിലൂടെ ഇറാൻ ചെയ്തത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു മിലിറ്ററി ഓപ്ഷൻ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നൊരവസ്ഥയിലാണ് ട്രംപിനെ കൊണ്ടുപോയിട്ട് ഈ യുദ്ധം എത്തിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സമാധാന കരാർ, അതും മുഖം രക്ഷിക്കാവുന്ന തരത്തിൽ ട്രംപിന് അത് എത്തിച്ചേർന്നേ മതിയാവും. പ്രത്യേകിച്ച് ഇപ്പൊ നോക്കൂ, ഈ അടുത്ത് പ്യൂ റിസർച്ച് അമേരിക്കയിൽ നടത്തിയ ഒരു പഠനം, അമേരിക്കയിൽ മാത്രമല്ല ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും നടത്തിയ പഠനത്തിൽ വളരെ വ്യക്തമായിട്ട് ലോകം മുഴുവൻ ഇതിനെതിരാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യത്തിന്റെ സമ്മർദ്ദത്തിന് മാത്രം വഴങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ ഈ യുദ്ധം തുടർന്നുകൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഒരു കരാറിൽ എത്താതെ യുദ്ധം അവശേഷിക്കുന്നതിന്റെ കാരണം ആ ഇസ്രായേലിന്റെ എതിർപ്പ് മാത്രമാണ് എന്നത് വളരെ വ്യക്തമായി എല്ലാ രാജ്യങ്ങളും. രണ്ട് കാര്യങ്ങൾ കണ്ടെടുക്കാം. ഒന്ന്, കരാറിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള തടസ്സം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ലോബിയിങ് ഇൻവിസിബിൾ ആയി പ്രവർത്തിക്കുന്നുണ്ട്.
അതിന് വളരെ വിസിബിൾ ആയിട്ടുള്ള ചില തുരങ്കങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണം എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതിൽ തടസ്സമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ പൊതുവേ നോക്കുമ്പോൾ ആഷിഖ് വാഫി, താങ്കൾ ഈ കരാറിൻ്റെ സാധ്യതകളെ എത്ര കാണുന്നു? അമേരിക്കയ്ക്ക് ഈ കരാർ ഉണ്ടാക്കിയിട്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആ കരാറിനെ ഇസ്രായേൽ സ്ട്രാറ്റജിക്കലി തടയാൻ ശ്രമിക്കുന്നുള്ള പോയിന്റ് അവിടെ നിൽക്കുമ്പോൾ തന്നെ എത്രയോ പതിറ്റാണ്ടുകളായി വിശ്വാസമില്ലാത്ത രണ്ട് രാജ്യങ്ങൾ, ഇറാനും അമേരിക്കയും, പരസ്പരം അവർക്ക് യാതൊരു വിശ്വാസവുമില്ല. ആ രാജ്യങ്ങൾക്കിടയിൽ ദീർഘകാല സ്വഭാവത്തിലുള്ള ഒരു കരാർ ഉണ്ടാക്കുക എന്നത് രണ്ട് രാജ്യങ്ങളുടെയും താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുണ്ടാക്കുക എന്നുള്ളത് എന്തുമാത്രം ഈസിലി പോസിബിളായ കാര്യമാണ്. കരാറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒബാമ അഡ്മിനിസ്ട്രേഷൻ 2015 ഇറാനുമായിട്ടുണ്ടാക്കിയ കരാറിനെ കുറിച്ച് നമ്മൾ ധാരാളം പറഞ്ഞതാണ്. JPCOA, ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ. ട്രംപ് ആദ്യം അധികാരത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ മെറ്റീരിയലിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിച്ചൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ JPCOA കരാറിനെ കുറിച്ചായിരുന്നു. പൂർണ്ണമായിട്ട് ഏകപക്ഷീയമായ ഒരു കരാറായിരുന്നു JPCOA കരാർ എന്നുള്ളതായിരുന്നു ട്രംപ് അധികാരത്തിൽ വന്ന ആദ്യ ടേമിൽ തന്നെ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഈ JPCOA കരാർ നള്ളിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു. ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നുള്ള ഈ കരാർ നള്ളിഫൈ ചെയ്തു എന്നുള്ളതാണ് ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് സമയത്ത് ചെയ്തൊരു പ്രധാന കാര്യം. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഹലോ ആഷിഖ്, ഒരു സെക്കൻഡ്. പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പറയൂ. ട്രംപ് ഉന്നയിക്കുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് JPCOA കരാർ അത് ഏകപക്ഷീയമായ കരാറാണ്, പൂർണ്ണമായിട്ടും ഇറാന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ട് രൂപീകരിച്ച കരാറാണ്. അദ്ദേഹം വളരെ ബ്ലാറ്റന്റ് ആയിട്ട് ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് ഒരു കാർഗോ ഫ്ലൈറ്റ് മുഴുവൻ ഡോളറുകളുമായിട്ട് ഒബാമ ഒരു കാർഗോ ഫ്ലൈറ്റ് ഇറാനിലേക്ക് അയച്ചു അവരുടെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്നൊക്കെയുള്ള ആരോപണങ്ങളായിരുന്നു അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. സെയിം ലൈക്ക് അതേപോലെ തന്നെ ഇപ്പോ ഇറാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 24 ബില്യൺ ഡോളർ വർത്തുള്ള വില വരുന്ന അവരുടെ ഒറ്റ സെക്കൻഡ് ആഷിഖ്, ഐ എം വെരി സോറി. കേൾക്കുന്ന ശബ്ദത്തിലൊരു ചെറിയ പ്രശ്നം, മൈക്കിൻ്റെ ആണെന്ന് തോന്നുന്നു. ഞാൻ ശരിയാക്കിയിട്ട് വേഗം തിരിച്ചു വരാം. ആദ്യത്തെ തകരാറുണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ് താങ്കൾ പറയുന്നത്. ആ പോയിന്റ് വരെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ബാക്കി സംസാരിക്കാം. ശേഷം ശ്രീമതി മേരി ജോർജ്, ഇപ്പോൾ ഈ യുദ്ധം ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജസിനെ നമ്മൾ എത്രമാത്രം ആശങ്കയോടെ കാണണം? കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇറാൻ ആണെങ്കിൽ ഒരു നിലക്കുമുള്ള ഒരു വിധേയ സമീപനം എടുക്കുന്നുമില്ല. നമ്മൾ ഈ റീജിയനിൽ കിടക്കുന്ന ഒരു രാജ്യവുമാണ്. നമ്മളെ സംബന്ധിച്ച് എന്തുമാത്രം ആശങ്കാജനകമാണ് ഇന്നത്തെ ഡെവലപ്മെന്റ്സ്? അതായത് നമ്മളെ സംബന്ധിച്ച് ഒരുപക്ഷെ ലോകത്ത് മറ്റൊരു രാജ്യത്തിനും ഉണ്ടാകാത്ത അത്ര ആഘാതമാണ് ഈ യുദ്ധം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ആദ്യം പറയാവുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോറിൻ അതായത് സെൻസെക്സും നിഫ്റ്റിയും, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ 2,67,000 കോടി രൂപയുടെ ഷെയറുകളാണ് വിറ്റ് ഒഴിഞ്ഞു പോയിരിക്കുന്നത്. അതായത് സെൻസെക്സിൽ നിന്നും നിഫ്റ്റിയിൽ നിന്നും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നുമായി വിറ്റൊഴിഞ്ഞു പോയത് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം തന്നെ 43,000 കോടിയുടെ ഷെയറുകളാണ് വിറ്റൊഴിഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഷെയർ മാർക്കറ്റ് വീണ് കിടക്കുന്നു എന്ന് വെച്ചാൽ കരടികളുടെ പിടിയിലാണ് ഷെയർ മാർക്കറ്റ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നിർമ്മല സീതാരാമൻ ഒരു 2 ആഴ്ച മുൻപ് പറഞ്ഞിരുന്നല്ലോ 3 Fകളെ പറ്റി, അതായത് ഫ്യൂവൽ, ഫെർട്ടിലൈസർ, ഫോറക്സ്. ഈ 3ഉം വളരെയധികം അഫക്റ്റഡ് ആയിട്ടുള്ള മേഖലകളാണ്. എന്താണ് ഫ്യൂവലിൻ്റെ വില എന്ന് നമുക്കറിയാം. ഇന്ന് അതായത് 2014 BJP ഗവൺമെൻറ് ഭരണത്തിലേറുമ്പോൾ ഒരു ഗാർഹിക സിലിണ്ടറിൻ്റെ വില 410 രൂപ ആയിരുന്നു. പക്ഷേ അവിടെ വില കൂടി ഇപ്പോൾ അത് 949 രൂപയിലെത്തി. അത്ര വില, ഇരട്ടിയിലധികം വിലക്കയറ്റമാണ് ഗാർഹിക. ഇപ്പോൾ ഈ 2 മാസം കൊണ്ട് നമുക്കറിയാം, യുദ്ധം തുടങ്ങിയതിന് ശേഷം തന്നെ ഗാർഹിക സിലിണ്ടറിൽ 2 പ്രാവശ്യം വിലക്കയറ്റമുണ്ടായി. അത് എല്ലാ തരം കുടുംബങ്ങളെയും, ഉജ്ജ്വൽ
പദ്ധതി അനുസരിച്ച് 300 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സിലിണ്ടർ പോലും കിട്ടാത്ത അവസ്ഥയായി. അപ്പോൾ പാവപ്പെട്ടവരുടെ കാര്യം അതീവ ദുരിതത്തിലായി. ഇനി നമ്മൾ വാണിജ്യ സിലിണ്ടറിൻ്റെ കാര്യം എടുക്കുക. വാണിജ്യ സിലിണ്ടറിൻ്റെ വില കൊച്ചിയിൽ 3131 രൂപ ആ തലത്തിലേക്ക് വന്നിരിക്കുകയാണ് ഒരു വാണിജ്യ സിലിണ്ടറിൻ്റെ വില. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് അതായത് എന്ന് വെച്ചാൽ നമ്മൾ പാചകവാതകമാണെങ്കിൽ 55-60% ഇറക്കുമതി ചെയ്യുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി അതിനെ ബാധിക്കുന്നു. രണ്ടാമത് നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ക്രൂഡ് 85-90% ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി അതിനെയും വലിയ തോതിൽ അങ്ങനെയാണ് ഈ ഫ്യൂവലിൻ്റെ കാര്യത്തിൽ ഇന്ത്യ. അതായത് അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ അതിഭീകരമായ വിലക്കയറ്റമാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ സ്വപ്നം കാണുന്നതിലേക്ക് കാര്യങ്ങൾ പോവാണെന്നാണ്. ഞാൻ ഒന്ന് റൗണ്ട് പൂർത്തിയാക്കി വേഗം വരാമേ. ഓക്കെ, ആഷിഖ്, ഞാൻ ഓഡിയോ കറക്റ്റായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ച പ്രശ്നം ഇതായിരുന്നു. പരസ്പരം ട്രസ്റ്റ് ഇല്ലാത്ത രണ്ട് രാജ്യങ്ങൾ, ദീർഘകാലമായി ബദ്ധവൈരികളായ രണ്ട് രാജ്യങ്ങൾ, അവർ തമ്മിൽ പ്രകോപനത്തിൻ്റെ അങ്ങേയറ്റം പോയ ഒരു യുദ്ധം തന്നെയും പൊട്ടിപ്പുറപ്പെട്ടു. ഇനി ദീർഘകാലത്തേക്ക് ഒരു ട്രസ്റ്റിനകത്തേക്ക് വരിക, ഒരു കരാറിലേക്ക് വരിക, പരസ്പര താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം ഒരു ടാസ്ക്കാണ്. ഒരു വെസ്റ്റേൺ ലോജിക്കിൽ ഉള്ള ഒരു അഗ്രിമെന്റ് ആണ് നിലവിൽ അമേരിക്ക ഓപ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ. അമേരിക്കയുടെ മുമ്പിൽ നിലവിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ JCPOA നള്ളിഫൈ ചെയ്ത് മുന്നോട്ട് പോയ ട്രംപ് ഒരു ബെറ്റർ കാർഡ് ഇറക്കാനുള്ള ഒരു ശേഷി നിലവിൽ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ കയ്യിലില്ല എന്നുള്ളതാണ്. അവരുടെ മുമ്പിലുള്ള ഓപ്ഷനുകൾ വളരെ പരിമിതപ്പെട്ടു പോയി. ഈ 40 days വാർ കഴിയുന്നതോടുകൂടി അമേരിക്കയുടെ മുമ്പിലുള്ള ഓപ്ഷനുകൾ വളരെ പരിമിതപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഇന്നലെ ഇറാൻ ഇസ്രായേലിനെ തിരിച്ചാക്രമിച്ചപ്പോ ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. അന്താരാഷ്ട്ര മേഖലകളിലൊക്കെ വളരെ എന്താ പറയാ ഭീതിജനകമായ ഒരു സൈലൻസ് ആയിരുന്നു ഇന്നലെ പ്രത്യക്ഷപ്പെട്ടത്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അമേരിക്കയുടെ മുമ്പിൽ നിലവിൽ ഓപ്ഷനുകളില്ല. കാരണം അവരുടെ USS അബ്രഹാം തിരിച്ചു വിളിച്ചു, ജെറാഡ് ഫോർഡ് തിരിച്ചുപോയി, പ്രദേശത്തുള്ള അവരുടെ ബേസുകളിൽ അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ അമേരിക്കയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഇനി അവരുടെ മുമ്പിൽ വയബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്നലെ കേട്ട ചർച്ചകൾ പുറത്തു വന്ന പിന്നെ എന്താ പറയാ സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തകൾ അനുസരിച്ച് ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് വരെ അമേരിക്കൻ പിന്നെ സൈന്യം ആലോചന തുടങ്ങി എന്നുള്ളതാണ്. ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്കോപ്പിൽ ഉപയോഗിക്കുന്ന ഒരു വെപ്പൺ സിസ്റ്റമാണത്. ആ തരത്തിലുള്ള ചർച്ചകൾ വരെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഇന്നലെ ഉണ്ടായ ഭീതിജനകമായ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് ഇറാന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. IRGC എന്നുള്ളത് ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ IRGCയുടെ മുമ്പിലുള്ളത് 2 ടാർഗറ്റുകളായിരുന്നു. ഒരു രാജ്യം എന്നുള്ള അർത്ഥത്തിലോ അല്ലെങ്കിൽ ഒരു ജനത എന്നുള്ള അർത്ഥത്തിലോ ആസ് എ നാഷൻ എന്നുള്ളതിനപ്പുറത്ത് IRGCയുടെ മുമ്പിലുണ്ടായിരുന്ന 2 ടാർഗറ്റിൽ ഒരു ടാർഗറ്റ് അവർ ഫെയിൽ ആയി പോയതാണ്. അതായത് അവരുടെ സുപ്രീം ലീഡറെ അലൈവായിട്ട് ജീവനോടുകൂടി സംരക്ഷിക്കുക എന്നുള്ള അവരുടെ ഒന്നാമത്തെ ടാർഗറ്റിൽ അവർ ഫെയിൽ ആയി പോയി എന്നുള്ള ഒരു പ്രശ്നം അവരുടെ മുമ്പിലുണ്ട്. രണ്ടാമതായിട്ട് അവരുടെ മുമ്പിലുള്ള ഏക ലക്ഷ്യം എന്ന് പറയുന്നത് റെജീമിനെ അപ്ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇറാൻ റെജീം നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള ഏക ലക്ഷ്യം, ബാക്കി നിൽക്കുന്ന ഏക ലക്ഷ്യം. അറ്റ് എനി കോസ്റ്റ് ഏത് എക്സ്ട്രീം ലെവലിൽ പോയാലും അവർ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിലേക്ക് എന്താ പറയാ റിസോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് വേണ്ട കാര്യങ്ങൾ എന്താണോ, ഏത് എക്സ്ട്രീം ലെവലാണോ. ഇന്നലെ വന്ന വാർത്തകൾ അനുസരിച്ച് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററോട് അവര് പിന്നെ കൊടുത്ത മെസ്സേജ് ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്നുള്ളതാണ്. ഞങ്ങളത് ഡിറ്റോണേറ്റ് ചെയ്തിട്ടില്ല. ഇൻ കേസ് അമേരിക്ക ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തുകയാണെങ്കിൽ ഞങ്ങളത് ഡിറ്റോണേറ്റ് ചെയ്യുകയും ഔദ്യോഗികമായിട്ടാണ് അണവരാഷ്ട്രമാണെന്നുള്ള പ്രഖ്യാപനം നടത്തുകയും ചെയ്യും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതിലപ്പുറം മുഖം നഷ്ടപ്പെടാനുള്ള മറ്റൊരു സാധ്യതയില്ല. ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അമേരിക്ക യഥാർത്ഥത്തിൽ ഈ നിലവിലുള്ള സംഘർഷം നിൽക്കണമെന്ന് പറയുന്നത്. നമ്മൾക്കറിയാം, 2ാം ലോക മഹായുദ്ധ സമയത്ത് ജപ്പാൻ ഏത് രീതിയിലാണോ അമേരിക്കയെ യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ അമേരിക്ക യുദ്ധത്തിന്റെ ഭാഗമല്ലാതിരുന്ന അമേരിക്കയെ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോവുകയും തിരിച്ച് അമേരിക്ക പ്രതികരിക്കേണ്ടി വരികയും സമാനമായ ഒരു സിറ്റുവേഷനിലേക്ക് ഇന്നലത്തെ ആക്രമണം ലോകത്തെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഒരു വൻ ശക്തിയെ കോർണർ ചെയ്യുന്ന രീതിയിലേക്ക് ഇറാന്റെ ആക്രമണങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. നേരെ മറിച്ച് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താ പറയാ അവരുടെ പ്രോജക്റ്റിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്.
ഈ ടേണിംഗ് പോയിന്റിൽ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. കാരണം എന്റെ റീജിയൻ, ഈ പ്രദേശം മുഴുവൻ ഏകദേശം അവരുടെ പരിധിയിലായി കഴിഞ്ഞു. ഇറാൻ എന്നുള്ള ഒറ്റ ശക്തി അവരുടെ എന്താ പറയാ ശക്തി കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്ന ഒരു ഘട്ടത്തിൽ. കാരണം കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ച് ഇസ്രായേൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും UAE നിഷേധിക്കുകയും ചെയ്തൊരു വാർത്ത നമ്മൾ കണ്ടതാണ്. ഈ യുദ്ധം നടക്കുന്നതിനിടയിൽ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ UAE വിസിറ്റ് ചെയ്യുന്നു, മുഹമ്മദ് ബിൻ സായിദിന്റെ ഗസ്റ്റ് ആയിട്ട് അദ്ദേഹം അവിടെ വിസിറ്റ് ചെയ്യുന്നു തുടങ്ങിയുള്ള വാർത്തകൾ വരുന്നു. ഇതിനെ തുടർന്ന് സൗദിയുടെ ക്രൗൺ പ്രിൻസ് നടത്തിയ പ്രസ്താവന നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് റെഡ് ലൈൻസ് ക്രോസ് ചെയ്യരുത്, റീജിയനിലെ GCCയിലെ രാജ്യങ്ങൾ നമ്മളുടെ മുമ്പിലുള്ള റെഡ് ലൈൻ ക്രോസ് ചെയ്യരുത് എന്നുള്ള പ്രസ്താവന അദ്ദേഹം നടത്തുന്നു. അതായത് നമ്മുടെ ആഭ്യന്തര സെക്യൂരിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തെ സെക്യൂരിറ്റി കാര്യങ്ങളിൽ ഇസ്രായേൽ പോലെയുള്ള ഒരു രാജ്യത്തെ ഇൻവോൾവ് ചെയ്യിപ്പിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു അർത്ഥം. പക്ഷെ കുവൈത്തും UAEയും പോകുന്ന ഒരു വഴിയും ഖത്തറും സൗദിയും പോകുന്ന മറ്റൊരു വഴിയും ഇതൊന്നുമല്ലാത്ത മറ്റൊരു വഴി പിന്നെ ഒമാനും തെരഞ്ഞെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെയുണ്ട്. മറ്റൊരു ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനയും റഷ്യയും ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ബാക്കപ്പാണ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ചൈനയോ റഷ്യയോ ഈ യുദ്ധത്തിൽ നടത്താൻ പോകുന്നില്ല. കാരണം അമേരിക്ക പോലെയുള്ള ഒരു വൻ ശക്തിയെ പ്രതിപക്ഷത്ത് നിർത്തി ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്കിന് വിധേയമായി നിൽക്കാനുള്ള ഒരു വിഡ്ഢിത്തരം നിലവിൽ ഈ രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പക്ഷെ യുദ്ധം അവസാനിച്ച് അല്ലെങ്കിൽ താൽക്കാലികമായ സീസ് ഫയർ നടന്ന അതേ ദിവസം മുതൽ ചൈനയും റഷ്യയും എല്ലാവിധ സപ്പോർട്ടും ഇറാന് നൽകുന്നുണ്ട്. സാധ്യമായ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ആയുധ എന്താ പറയുക റീആമിംഗ് പ്രോസസ്സുകളിലും അവർ വിശദമായി ആലോചിച്ചാൽ അമേരിക്ക അക്കാര്യത്തിൽ കൊടുത്ത സമ്മർദ്ദത്തിന്റെ വഴിയിലാണെന്നും അമേരിക്ക ഒരു കരാർ ഉണ്ടാക്കുമ്പോൾ പരമാവധി ഒരു കോംപ്രമൈസ് എടുക്കേണ്ടി വരുമെന്നും വേണമെങ്കിൽ വിചാരിക്കാമെന്നാണ്. ബ്രിഗേഡിയർ മോഹനൻ പിള്ള കൂടെ എന്നോട്. അപ്പോൾ ബ്രിഗേഡിയർ, ഇതിനകത്ത് ഇപ്പോൾ നോക്കൂ, നേരത്തെ ആഷിഖ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ യുദ്ധത്തിൽ നമുക്കൊരു പൂർണ്ണമായ എഡ്ജ് എടുക്കാൻ അല്ലെങ്കിൽ ഒരു ഡോമിനൻസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇറാൻ ഇപ്പോഴും എന്താ പറയുക വെരി മൊമെന്റിൽ തിരിച്ചടിക്കാൻ ശേഷിയുള്ള ഒരു സൈനിക ശക്തിയായിട്ട് അവിടെ നിൽക്കുകയാണ്. ഇസ്രായേലിൽ നിന്ന് ബോംബ് വീഴുന്നു, അടുത്ത സെക്കൻഡിൽ തിരിച്ചടിക്കുന്നു. ഇനിയും ഞങ്ങളിത് വലുതാക്കേണ്ടെന്നാൽ വലുതാക്കുമെന്ന് പറയുന്നു. ഞങ്ങളുടെ കേപ്പബിലിറ്റീസ് ഒന്നും ഇല്ലാതായിട്ടില്ല എന്നവർ പറയുകയും ചെയ്തു. അമേരിക്കയും കണക്കൂട്ടുകയാണ് അവരുടെ അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻസിനെ ഒന്നും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ബങ്കർ ബസ്റ്ററിനെ പോലും പിടിക്കാൻ പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് എന്താണ് ഈ ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കാം എന്ന ആലോചന നടന്നു എന്ന് വൈറ്റ് ഹൗസ് നിഷേധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോഴും പ്രത്യാക്രമണത്തിന് ശേഷിയുള്ള ഒരു രാജ്യമായി നിൽക്കുന്നു. ഈ സീസ് ഫയർ കാലം അവർ കൂടുതൽ വെപ്പണൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ ശേഷി ഉണ്ടാക്കാൻ ഉപയോഗിച്ചു എന്നുള്ള റിപ്പോർട്ട്സ് പുറത്തു വരുന്നു. സോ ഇനിയും ഉണ്ടാകുന്ന ഒരു പ്രകോപനം ഉണ്ടാക്കാവുന്ന ഒരു ഡാമേജ് എന്തായിരിക്കും ഈ റീജിയനിൽ? ഈ റീജിയനിൽ നിഷാദ് ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ആദ്യം ലോകരാജ്യങ്ങളൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് അത് ഇപ്പം ടോട്ടലി ഇൻ ഫേവർ ഓഫ് ഇറാന്റെ പേരിൽ വന്നിരിക്കുകയാണ്. അവർ ആദ്യം മുതൽ തന്നെ, അതായത് ട്രൂ സ്പിരിറ്റ് സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള രീതിയിലാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. അവരവരുടെ അജണ്ട സെറ്റ് ചെയ്തു, അവരുടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പോലും പുറകോട്ട് മാറിയിട്ടില്ല. പോരാത്തതിന് ഒരു രാജ്യം കാണിക്കേണ്ട എല്ലാ മര്യാദയും അവരിപ്പോഴും കാണിച്ച് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അവരെ അറ്റാക്ക് ചെയ്തു, അവർ പറഞ്ഞു ലെബനിൽ അറ്റാക്ക് ഉണ്ടായാൽ ഞങ്ങൾ തിരിച്ചടിക്കും. US-നെ സംബന്ധിച്ചിടത്തോളം ഫാർ അവേ ആണ്, ഞങ്ങൾക്ക് ഡയറക്റ്റ് പറ്റില്ല. പക്ഷെ ചെയ്യാൻ പറ്റുന്ന എന്താണ്, അതായത് ശത്രുക്കള് അല്ലെങ്കിൽ ശത്രുവിന്റെ മിത്രങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടോ നിയർ ബൈ, ഞങ്ങൾ അവിടെ അറ്റാക്ക് ചെയ്യും. അവരെ സംബന്ധിച്ചിടത്തോളം US ബേസ് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു. അവരത് വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കുകയും അതുകൂടാതെ തന്നെ സ്മാർട്ടായിട്ട് തന്നെ പറഞ്ഞു, ശരി ഞങ്ങളെ അടിച്ചു, തിരിച്ചടിച്ചു, ആസ് ഓഫ് നൗ ഒരു പോസ്, ഒരു സ്റ്റോപ്പിന് ഞങ്ങൾ റെഡിയാണ്, നൗ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട് എന്നുള്ള രീതിയിൽ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുകയാണ് ഇറാൻ. ഇതിനകത്ത് നിഷാദെ കാണേണ്ട ഒരു കാര്യം, ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം എല്ലാവരും പറഞ്ഞു എന്ന് വെച്ചിരുന്നാൽ പോലും യുദ്ധമുഖങ്ങൾ കണ്ടപ്പോൾ ഇതിനകത്തെ വില്ലൻ എന്ന് പറയുന്ന ഇസ്രയേൽ ആണെങ്കിലും ഈ ലോകത്ത്, അതായത് ലിമിറ്റഡ് ന്യൂക്ലിയർ ഓപ്ഷൻസ് പറയുന്നുണ്ട്, അത് പറയുന്നുണ്ട്, ഇതൊന്നും പോകുന്നില്ല. ഇതിനകത്ത് ഒരു എയർഫോഴ്സ് ഇല്ലാത്ത ഒരു രാജ്യം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അറ്റാക്കുകളിൽ എയർഫോഴ്സിന്റെ എക്യുപ്മെന്റ്സുകളും ഒക്കെ വളരെ നല്ല രീതിയിൽ പോകേണ്ട ഒരു രാജ്യം, ഇതൊന്നും ഇല്ലാതെ വെറും മിസൈൽ പ്ലസ് ഡ്രോൺ കൊണ്ട്
അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തെ, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് പറഞ്ഞ ഒരു പാനലിസ്റ്റ് പറഞ്ഞ വളരെ കറക്റ്റ് ആണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഈവൻ ദേ യൂട്ടിലൈസ്ഡ് എവറിത്തിങ്, ഈച്ച് ആൻഡ് എവറി വെപ്പൺ. ഇപ്പോൾ നിലവിലുള്ള എല്ലാ രാജ്യത്തിന്റെ, അമേരിക്കയുടെ കയ്യിലുള്ള എല്ലാ വെപ്പണും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു, ഇൻക്ലൂഡിംഗ് ലേറ്റസ്റ്റ് ബങ്കർ ബസ്റ്റർ വരെ. ഇനി അവരുടെ കയ്യിലുള്ളത് ന്യൂക്ലിയർ, അതുകൊണ്ടായിരിക്കണമല്ലോ അവർ ആ രീതിയിൽ ചർച്ച ചെയ്തത്. പക്ഷെ അതൊരു ഒരു അവരുടെ ഇമാജിനേഷൻ ആയിരിക്കും. മേ ബി ദേ ആർ ഇൻ ഫൂൾസ് പാരഡൈസ് ബിക്കോസ് ഓഫ് ദാറ്റ്. പക്ഷേ ഇതിനകത്ത് US-നെ സംബന്ധിച്ചിടത്തോളം US ആണ് ട്രാപ്പിലായി പോയതാണ്. എങ്ങനെയെങ്കിലും, അതായത് ഓഫ് കോഴ്സ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലാണ് ഡിസൈഡ് ചെയ്യുന്നത്. അവിടെ ഇലക്ഷൻ ആണെങ്കിലും അവിടുത്തെ ഇക്കോണമി ആണെങ്കിലും എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. ആ ഇസ്രയേലിന്റെ ട്രാപ്പിൽപ്പെട്ട് ട്രംപ് എങ്ങനെയെങ്കിലും തലയുരി പോകാനുള്ള ഒരു സാഹചര്യത്തിലോട്ടാണ് ഇപ്പോ പോകുന്നത്. ഇറാൻ ഫോളോ ചെയ്യുന്ന എന്താണ്? അതായത് എസ്കലേറ്റ് ടു ഡി എസ്കലേറ്റ്. അതാണ് അവരുടെ വളരെ ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള പോളിസി. എസ്കലേറ്റ് ടു ഡി എസ്കലേറ്റ്, അതായത് ലിമിറ്റഡ് സ്ട്രൈക്ക്, പ്രഷർ കൊടുക്കുക, അതുപോലെ US-നെ ഫോഴ്സ് ചെയ്യുക നെഗോഷിയേഷൻ ടേബിളിലേക്ക്. ഇതായിരുന്നു അവരുടെ പോളിസി. ആ പോളിസി ഇന്ന് വരേക്കും സക്സസ്. ഡാമേജ് ഇല്ല എന്ന് പറയുന്നില്ല, കാര്യം ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഡാമേജ് ഉണ്ടാവും. പക്ഷേ മല പോലെ വന്നത് എലി പോലെ പോയി എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അമേരിക്കയുടെ വെറും നാണം കെട്ട എന്ന് പറയുന്നതിലും നല്ലത് അവരുടെ ഒരു സ്റ്റാറ്റസ് തന്നെ സ്റ്റേക്ക് ആവുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ഇതിൽ നിന്ന് നേരിട്ട് തലയുരി പോവുക എന്നുള്ള രീതിയിൽ വരിക എന്നുള്ളതാണ് ഒരു പോളിസി എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇതിനകത്ത് ഇറാന് കിട്ടിയിരിക്കുന്ന അഡ്വാൻറ്റേജ് എന്താണ്? ഇൻ ബിറ്റ്വീൻ, അതും US ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഇത് ചെയ്തത് കൊണ്ട് എന്ത് പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസും അതുപോലെ തന്നെ യുറേനിയവും ഒക്കെ മോർ ആൻഡ് മോർ സേഫർ പ്ലേസിൽ, മോർ ആൻഡ് മോർ ഡീപ് പ്ലേസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് വില പേശാനും പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു രാജ്യത്തിന്റെ മിലിറ്ററി ടാക്ടിക്സ് എന്ന് പറയുന്നത്, അതായത് ഡിസ്പേഴ്സ് ദ മിലിറ്ററി ഇൻസ്റ്റലേഷൻ എന്നുള്ളതാണ്. ഒരു സാഹചര്യം കിട്ടിയാൽ ശത്രുവിനെ ഐഡന്റിഫൈ ചെയ്യാത്ത രീതിയിൽ ടാർഗറ്റുകൾ ഡിസ്പേഴ്സ് ചെയ്ത് വിന്യസിക്കുക പല സ്ഥലങ്ങളിലായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഡേ 1 മുതൽ പറയുന്നത്, ഈ മിസൈൽ പാടങ്ങളുള്ള ഇറാനെ ഒരു കാരണവശാലും ഈ ഒരു US-ന്, ഇത്രയും ദൂരെയുള്ള US-ന്, അല്ലെങ്കിൽ അവരുടെ ലോകശക്തിയിൽ നിർണായകമായി നിൽക്കുന്ന US-ന് ഒരു കാരണവശാലും പരാജയപ്പെടുത്തുവാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ സെയിം ഗോസ് ടു ഇസ്രയേൽ ആസ് വെൽ. അതുകൊണ്ട് ആ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു ചർച്ചയിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻസ് എന്താണ് നമുക്ക് ഇപ്പോൾ വരാൻ പറ്റുന്ന കാര്യം? പാകിസ്ഥാൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ആംഗിൾ ടോട്ടലി റൈറ്റ് ഓഫ്. കാര്യം പാകിസ്ഥാൻ ഒരു പ്രാവശ്യം ഒരു രാജ്യത്തെ സംശയദൃഷ്ടിയോടെയും ചാരനാണെന്നും പറഞ്ഞ് വീണ്ടും പാകിസ്ഥാൻ ഇനിഷ്യേറ്റീവ് എടുത്താണ്. അതായത് അത് അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ മിലിറ്ററി ലീഡർ ആണെന്നും അദ്ദേഹത്തിന് കേപ്പബിലിറ്റീസ് കൂടുതലുണ്ടെന്നും പ്രൂവ് ചെയ്യേണ്ട ഒരു അവസരത്തിൽ ഈ കിട്ടിയ അവസരം മുതലെടുക്കാൻ നോക്കുകയാണ് അസീം മുനീർ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇതിനകത്ത് നിർണായകമായിട്ടൊരു സൊല്യൂഷൻ വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക ഭയപ്പെടുന്നതും അത് തന്നെയാണ്. റഷ്യ, ചൈന, ഇന്ത്യ. റഷ്യയും ചൈനയും സ്ട്രോങ് ആയിട്ട് നോൺ ഡോളർ ബേസിൽ പെട്രോൾ ഫ്യൂവൽ പർച്ചേസ് ചെയ്യുക. ആ സമയത്ത് ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഒന്നും ഫിക്സ് ഒന്നുമല്ല US-ഉമായിട്ട്. ഇന്ത്യ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ആക്സിസിൽ ചേർന്നേ പറ്റുള്ളൂ. അങ്ങനെ ചേരുമ്പോൾ അതിനെയാണ് US ഭയപ്പെടുന്നത്. കാര്യം അപ്പോൾ മാത്രമേ ഇവിടെ ഒരു ടെമ്പററി സീസ് ഫയർ എന്നുള്ള രീതിയിൽ, പെർമനന്റ് ആയിട്ട് നിഷാദെ ഒരു കാരണവശാലും പെർമനന്റ് സീസ് ഫയർ ഒരിക്കലും നടക്കില്ല. കാരണം സയനിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇസ്രയേൽ അവിടെ ഉള്ളിടത്തോളം കാലം അത് പെർമനന്റ് ആയിട്ടൊരു സൊല്യൂഷൻ. പെർമനന്റ് സൊല്യൂഷൻസ് ഓക്കെ. അപ്പോൾ തന്നെയും പക്ഷേ അതിനകത്ത് പ്രധാന കാര്യദർശിയായ അമേരിക്കയെ പ്രഷറൈസ് ചെയ്യുന്ന പല ഘടകങ്ങളുണ്ടെന്നാണ് ഡോക്ടർ താജ് ആലുവ. ഇപ്പോൾ ഇതിനകത്തുള്ള ഈ ഇന്റർനാഷണൽ പ്രഷർ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, നിങ്ങൾ ഉണ്ടാക്കുന്ന യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കേണ്ടി വരുന്ന ലോക സമ്പദ് വ്യവസ്ഥ, ലോകത്തിലെ മനുഷ്യർ, പ്രത്യേകിച്ച് GCC മേഖല, അത് ഈ യുദ്ധം റീസ്റ്റാർട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രഷർ പോയിന്റ് ആണോ അമേരിക്കയെ സംബന്ധിച്ച്? അത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം നമ്മൾ നോക്കൂ, ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ 100 ദിവസത്തിലധികമായി ലോകത്തിന്റെ എണ്ണ ഉൽപാദനത്തിന്റെ 20-25% അത് ഏറെക്കുറെ കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ് ആണ്. വളരെ ചുരുങ്ങിയ ഷിപ്മെന്റുകൾ മാത്രമാണ് ലോക വിപണിയിലേക്ക് ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന് വരുന്നത്.
ഒരു ഘട്ടത്തിൽ ചില സാമ്പത്തിക അവലോകന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് ബോധപൂർവം ചില അന്താരാഷ്ട്ര എണ്ണ കമ്പനികൾ ഇങ്ങനെ വരുത്തിച്ചതാണ്. കാരണം വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ പ്രവർത്തിക്കുന്ന എണ്ണ രാജാക്കന്മാർക്ക്, എണ്ണ ഓയിൽ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാനുള്ള, അവർക്ക് കൂടുതൽ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ കൂടി ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണോ ഇത്? യുദ്ധം എപ്പോഴും അങ്ങനെയാണല്ലോ. യുദ്ധങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരം കോർപ്പറേറ്റുകളുടെ, ആയുധ കമ്പനികളുടെ, എണ്ണ കമ്പനികളുടെ ഒരു വലിയ ചരിത്രം, പല യുദ്ധങ്ങളുടെയും പിന്നിൽ അവരുടെ ചരിത്രം ഉള്ളതാണ്. അപ്പോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ഒരു ഘട്ടത്തിൽ ഇത് വിലയിരുത്തപ്പെടുമ്പോൾ തന്നെ മറ്റൊരു ഫാക്ട് അവിടെ ഉള്ളത്, ഈ 20% ലോകവിപണിയുടെ 20%, എണ്ണ വിപണിയുടെ 20% വരാത്ത ഒരു ഘട്ടത്തിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, പ്രത്യേകിച്ച് നോക്കൂ, ഇന്ത്യയുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതുപോലെ തന്നെ യൂറോപ്പ് പോലും, പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ യുദ്ധം മുഖേന പല പ്രകൃതിവാതക കരാറുകളും റഷ്യയുമായിട്ടുള്ള കരാറുകളൊക്കെ റദ്ദ് ചെയ്ത ഒരു ഘട്ടത്തിൽ യൂറോപ്പിന്റെ രക്ഷയ്ക്കെത്തിയത് പ്രകൃതിവാതകത്തിന്റെ ഉൽപാദനത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഖത്തർ പോലുള്ള രാജ്യങ്ങളാണ്. അപ്പൊ ആ യൂറോപ്പിന്റെ വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ താങ്ങി നിർത്തിയിരുന്ന പ്രകൃതിവാതകത്തിന്റെ ഒരു അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ കൊടുത്തിരുന്ന ഖത്തറിനെ പോലും ഇത് അതിഗുരുതരമായി ബാധിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിച്ചു. സ്വാഭാവികമായിട്ടും ഈ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയ്ക്ക് മേൽ അതിശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദമായിട്ട് ഇത് രൂപപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കണം. ഇത് ഏത് നിലക്കും ഒരു രാജ്യത്തിനും ഗുണമില്ലാത്ത ഒരു സംഗതിയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഗ്രേറ്റർ ഇസ്രായേൽ പ്ലാനിന് മാത്രം പറ്റുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പിന്നെ അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ, ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് പോലുള്ള അത്തരം ക്രിസ്ത്യൻ സയനിസ്റ്റ് ലോബി, അവർക്ക് മാത്രം ഗുണം ചെയ്യുന്ന, ഈവൻ പ്രസിഡന്റിന്റെ മെഗാ ക്യാമ്പിൽ പോലും അതിഗുരുതരമായിട്ടുള്ള വിള്ളലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ പച്ചയായ രഹസ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പരസ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോ ഈ ഒരു അർത്ഥത്തിൽ ലോകത്തിന്റെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥ ഇപ്പൊ നോക്കൂ, ഇനിയിപ്പോ ഈ യുദ്ധം തുടർന്നു കൊണ്ടുപോകുന്നതോറും അടുത്ത സെപ്റ്റംബറോട് കൂടി അതിഗുരുതരമായ സാമ്പത്തിക മാന്ദ്യം ലോകത്തെ കാത്തിരിക്കുന്നു എന്നതും വളരെ വ്യക്തമായി പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ടതാണ്. അതിലേക്കുള്ള സൂചനകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ ഒരു അർത്ഥത്തിലുള്ള സാമ്പത്തിക മാന്ദ്യം കൊണ്ട് നേട്ടമുണ്ടാക്കുന്ന വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തിന്റെ താല്പര്യങ്ങൾക്കപ്പുറം അതിവിശാലമായ താല്പര്യങ്ങൾ ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ, അതുപോലെ തന്നെ വളരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ആ താല്പര്യങ്ങൾ പരിഗണിക്കണം എന്ന ഒരു പ്രശ്നമാണ് ഇപ്പോ പുതിയ ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് ഇപ്പൊ രൂപപ്പെട്ടിരിക്കുന്നത്. ലോകത്തിന്റെ ആ സമ്മർദ്ദത്തെ വേഗം പ്ലീസ്. പ്യൂ റിസർച്ചിന്റെ കാര്യത്തിൽ ഏറ്റവും അധികം ഇതിൽ കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഇതിന്റെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഒന്നടങ്കം ഈ യുദ്ധത്തെ എതിർക്കുമ്പോൾ അതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത രൂപത്തിൽ ലോകത്തിന്റെ ഒരു സമ്മർദ്ദത്തെ അമേരിക്ക മറികടക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അതിൽ അമേരിക്കയുടെ പലതരത്തിലുള്ള നയതന്ത്ര ബിസിനസ് താല്പര്യങ്ങളെല്ലാം അത് ഡിസ്റ്റർബ് ചെയ്ത് തുടങ്ങിയിരിക്കുന്ന ഒരു വശത്തു നിന്നുള്ള സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ എല്ലാവരും, ഈ മേഖലയിലെ മനുഷ്യർ മുഴുവൻ, ലോകത്തെ മുഴുവൻ മനുഷ്യർ കാത്തിരിക്കുന്നത് ശാശ്വതമായ ഒരു കരാർ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടാകുമോ എന്നതാണ്. പക്ഷെ അതിപ്പോഴും പല പ്രശ്നങ്ങളാൽ തട്ടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഷിക്ക്, ഒരു കരാറിൻ്റെ എന്താണ് ഈ ഹർഡിൽസ് എന്ന് പറയുന്ന സംഗതികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഇറാന്, താങ്കൾ നേരത്തെ പറഞ്ഞു, IRGCയെ സംബന്ധിച്ച് വളരെ അഡമന്റ് പൊസിഷനിലാണ് അവരുള്ളത്. അവർക്കാണിപ്പോൾ ആ ഇറാനകത്ത് ഡോമിനൻസ് ഉള്ളത്. സോ അവരുടെ ഒരു അഭിമാനബോധത്തിൽ നിന്ന് ഒരു പൊടി അപ്പുറത്തേക്ക് പോകുന്നില്ല എന്നത് ഈ കരാർ ഉണ്ടാക്കാൻ അമേരിക്കയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട തടസ്സമാണോ? അമേരിക്കയെ സംബന്ധിച്ച് യുദ്ധത്തിൽ ഞങ്ങൾക്ക് ഒരു തോൽവിയോടെ, ദുർബലതയോടെ പിൻവാങ്ങി എന്നത് അവർക്കും രേഖപ്പെടുത്താൻ ആഗ്രഹം ഉണ്ടാവില്ല. സോ പിന്നെ എവിടെ ഇത് മീറ്റ് ചെയ്യും? അതായത് IRGCയുടെ കാര്യമെന്ന് പറയുന്നത്, നിലവിൽ IRGC സിവിലിയൻ ഗവൺമെന്റിനെ ഓവർടേക്ക് ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നം ഇറാനിൽ നിലവിൽ നിലനിൽക്കുന്നുണ്ട്. സർക്കാരല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, IRGC ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളൊരു പ്രശ്നം ഇറാനിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത് അത്ര പ്രത്യക്ഷപ്പെടാതെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിന്റെ ഒരു ഡിക്കോറം മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. എന്തായാലും അതുകൊണ്ടാണ് ട്രംപ് മുജ്തബ ഖാംനെയെ മീറ്റ് ചെയ്യണം എന്ന് ആവശ്യമുന്നയിച്ചത്. അതൊരു റിയലിസ്റ്റിക് ആയ പ്ലാൻ അല്ല എന്ന് അബ്ബാസ് അറാഖ്ചി അതിനെ തള്ളി പറയുകയും ചെയ്തു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രപ്പോസലുകൾ അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കള്ളികളല്ല ഈ ബോർഡിൽ ഉള്ളത്, ഈ ടേബിളിൽ ഉള്ളത് എന്നുള്ളതാണ്. നിലവിൽ ഇറാൻ തകരണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളില്ല ലോകത്ത്. പ്രത്യേകിച്ച് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല ഇറാൻ ഇല്ലാതാവണം, അല്ലെങ്കിൽ ഇറാന്റെ കപ്പാസിറ്റികൾ ഇല്ലാതാവണം എന്ന് ഒരിക്കലും ആഗ്രഹിക്കാത്ത രാജ്യമാണ് അമേരിക്ക.
കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൽ റെലവൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അവരുടെ ക്യാമ്പുകൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവിടെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറാനെ പോലെയുള്ള ഒരു ത്രെട്ട് അവിടെ വേണം. എന്നാൽ അതേസമയം ചില GCC രാജ്യങ്ങൾ ഇറാനെതിരെ പറ്റാവുന്ന എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് ഇറാന്റെ ശേഷികൾ ഇല്ലാതാക്കണം എന്ന രീതിയിലേക്ക് അവരുടെ റീസെന്റ് ആയിട്ടുള്ള കഴിഞ്ഞ 1-2 മാസമായി അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഏക വഴി എന്നുള്ള അർത്ഥത്തിൽ ഇറാനെതിരെ പരമാവധി ശിക്ഷ നൽകുന്ന തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാവണം. അതിന് കഴിയാത്ത പക്ഷം അമേരിക്കയെ ഞങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള മെസ്സേജ് പോലും കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഈ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അമേരിക്ക ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒരു ടൈറ്റ് റോപ്പ് വാക്ക് നടക്കേണ്ട ഒരു ഗതിയിലാണുള്ളത്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 2 ദിവസം മുമ്പാണ് CIA മുൻ ഡയറക്ടറുടെ ഇന്റർവ്യൂ പുറത്തു വന്നത്. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ 31 വർഷമായി US-ന്റെ എല്ലാ CIA അടക്കമുള്ള എല്ലാ ഏജൻസികളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇറാനിൽ ഒരു വാർ നമുക്ക് പോസിബിൾ ആണോ അല്ലേ എന്നുള്ളത്. ഇന്ന് വരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് അതിന് വന്നിട്ടില്ല. യുദ്ധത്തിലേക്ക് പോകാൻ പറ്റുമെന്നുള്ള ഒരു അഭിപ്രായം ഒരു ഏജൻസിയും US-ന്റെ സൈനിക തലത്തിലുള്ള ഒരു ഏജൻസിയും കൊടുത്തിട്ടില്ല. പക്ഷെ എന്നിട്ടും അതിനെ മറികടന്നുകൊണ്ട് ട്രംപ് മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ചെയ്ത ഒന്നാമത്തെയും പ്രധാനപ്പെട്ടതുമായ ഏറ്റവും വലിയ തെറ്റ് എന്ന് അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ പറയുന്നത് നമ്മൾ കേൾക്കാം. അതായത് ഒരു 3 മാസം മുമ്പ് ഇങ്ങനെ ഒരു യുദ്ധം സംഭവിക്കുമെന്ന് കൊള്ളാവുന്ന ഒരു അനലിസ്റ്റും ഒരു രാഷ്ട്രീയ നിരീക്ഷകനും അന്താരാഷ്ട്ര തലത്തിൽ പറഞ്ഞിരുന്നില്ല. കാരണം അതൊരു വയബിളായ യുദ്ധമായിരുന്നില്ല. നിലവിൽ ഈ യുദ്ധം കൺട്രോൾ ചെയ്യാനുള്ള ശേഷി യഥാർത്ഥത്തിൽ ഇറാനോ അമേരിക്കക്കോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2 പേർക്കും ഇത് കൺട്രോൾ ചെയ്യാനുള്ള ശേഷി അല്ലെങ്കിൽ സ്പൈറൽ ഡൗൺ ആയി പോകുന്നതിൽ നിന്ന് പിടിച്ചു നിർത്താനുള്ള ഒരു ശേഷി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് നിലവിലുള്ള അവസ്ഥ. ഇറാനെ പോലും ഇപ്പൊ ഉദാഹരണം ഇറാന്റെ 31 പ്രോവിൻസുകളാണുള്ളത്. 31 പ്രോവിൻസുകളിലുമുള്ള IRGC-യുടെ യൂണിറ്റുകൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള എന്താ പറയാ പ്രീ റിട്ടൺ ആയിട്ടുള്ള ഓർഡറുകൾ ഓൾറെഡി പോയി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നിങ്ങൾക്ക് മുകളിൽ നിന്ന് നിർദ്ദേശങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ഓൺ യുവർ ഓൺ നിങ്ങളുടെ സ്വന്തം താല്പര്യത്തിൽ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു മുകളിൽ നിന്ന് ഒരു ഓർഡർ കിട്ടുന്നത് വരെ നിങ്ങൾ ഫൈറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഓർഡർ ഈ 31 യൂണിറ്റുകൾക്കും പോയി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അതിനെ തിരിച്ചെടുക്കുക, ഒരു സെൻട്രലൈസ്ഡ് യൂണിറ്റ് ആയിട്ട് IRGC-യുടെ ഫംഗ്ഷനുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക് ടേക്കിംഗ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചധികം സമയമെടുക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വൺ വേ ട്രാഫിക് അല്ല. ഈ അഗ്രിമെന്റ് എന്ന് പറയുന്നത് അമേരിക്കക്ക് ഒറ്റയ്ക്ക് ഒരു അഗ്രിമെന്റിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അമേരിക്കക്ക് അഗ്രിമെന്റിലേക്ക് എത്തിച്ചേരുമ്പോൾ അവർ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് എന്തിന് നമ്മൾ JPCPOA ക്യാൻസൽ ചെയ്തു എന്നുള്ളതിന് ഉത്തരം പറയണം. നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന അഗ്രിമെന്റ് എന്തിനാണ് നമ്മൾ ഓൾറെഡി നള്ളിഫൈ ചെയ്ത് വീണ്ടും ഒരു ഉപരോധം അമേരിക്ക ഇറാനെതിരെ ഏർപ്പെടുത്തിയത് എന്നുള്ളത് നമ്മൾ അതിന് മറുപടി പറയണം. രണ്ടാമത് ഇറാൻ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, ഇറാൻ നിലവിൽ പറയുന്നത് ന്യൂക്ലിയർ ചർച്ചകൾ ടേബിളിൽ ഇല്ല. ചർച്ച അഗ്രിമെന്റുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഇറാൻ പറയുന്ന ഏക ഡിമാൻഡ് എന്ന് പറയുന്നത് നിലവിൽ ന്യൂക്ലിയർ വിഷയം ചർച്ചയ്ക്കേ ഇല്ല എന്നുള്ളതാണ്. അവരുടെ ഫ്രോസൺ അസറ്റുകൾ റിലീസ് ചെയ്യുക, സീസ് ഫയർ ഉണ്ടാക്കുക, ഇറാനെതിരെ അമേരിക്ക നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കച്ചവട ഉപരോധങ്ങൾ, ട്രേഡ് സാങ്ഷൻസ് അത് ലിഫ്റ്റ് ചെയ്യുക. ഈ 3 പോയിന്റിൽ കറങ്ങിക്കൊണ്ടാണ് ഇറാൻ നിലവിൽ നെഗോഷിയേഷൻ നടത്തുന്നത്. ഇറാന്റെ ഒരു ശേഷി എന്ന് പറയുന്നത് ഞാൻ ഇതിന് മുമ്പ് നടന്ന ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇറാന്റെ ശേഷി എന്ന് പറയുന്നത് ട്രംപ് തന്നെ പറഞ്ഞ അനുസരിച്ച് ഇറാനിയൻസ് നെവർ വൺ എ വാർ ബട്ട് ദേ നെവർ ലോസ്റ്റ് എ നെഗോഷിയേഷൻ എന്നുള്ളതാണ്. ഒരിക്കലും ഒരു നെഗോഷിയേഷനിൽ പിന്നോട്ട് പോവേണ്ടി വന്നിട്ടില്ല ഇറാൻ എന്നുള്ളത്. കാരണം അവരുടെ അനുഭവം അങ്ങനെയാണ്. കഴിഞ്ഞ 10-40 വർഷമായി അവർ ഈ നെഗോഷിയേഷൻ ടേബിളിലുണ്ട്. അവർക്കറിയാം ഇതെങ്ങനെ നെഗോഷിയേറ്റ് ചെയ്ത് വിജയിപ്പിച്ചെടുക്കണം എന്നുള്ളത്. അപ്പോൾ നിലവിൽ ഇറാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ IRGC-യും സിവിലിയൻ ഗവൺമെന്റും തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ, അവർക്കിടയിലുള്ള ഒരു ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷൻ ഒരു സമവായത്തിലേക്ക് എത്താനുള്ള തടസ്സങ്ങൾ പലതരത്തിൽ ഇറാനകത്തുണ്ട് എന്നാണ്. അല്ല താജ്, ഇതിനകത്തൊരു കാര്യമുള്ളത് ഇപ്പം നമുക്ക് ഏറ്റവും അവസാനം നമ്മൾ കാണുന്ന അപ്ഡേറ്റും യൂറോപ്യൻ യൂണിയൻ ഈ ഹോർമുസ് ജല സന്ധിയുടെ പേരിൽ സാങ്ഷൻസ് ചുമത്തിയിരിക്കുകയാണ്. ഇത് ഭയങ്കരമായി ലോകത്തെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള തടസ്സം നിങ്ങൾ അവിടെ ഉണ്ടാക്കുന്നു എന്ന പേരിൽ വേണ്ടി വന്നാൽ തുടർന്നും ആലോചിക്കുമെന്ന്. സോ ഇറാനെ സംബന്ധിച്ച് ഫിനാൻഷ്യലി വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അമേരിക്കൻ ബ്ലോക്കേഡ് ഉണ്ടാക്കുന്ന പ്രശ്നം അവിടെ. ഇറാന്റെ കച്ചവടം നടക്കുന്നില്ല. സോ സാമ്പത്തികമായി ദുർബലപ്പെടുന്ന ഇറാനെ സംബന്ധിച്ച് എങ്ങനെ യുദ്ധം ചെയ്യും എന്ന ചോദ്യമുണ്ടല്ലോ. അത് ഇറാനെ കരാറിലേക്ക് വരാൻ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു മേജർ ഫാക്ടറായി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഈ ഹോർമുസ് കടലിടുക്കിനെ ആ ചോക്ക് പോയിന്റിനെ ഉപരോധിച്ച് നിർത്തി അല്ലെങ്കിൽ അതിനെ ക്ലോസ് ചെയ്തത്
വളരെ ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വെപ്പണാണ്. എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയർ ബോംബ് പോലും ഇത്രമാത്രം ഇഫക്റ്റീവായിട്ട് ഇറാൻ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നില്ല. അത്രത്തോളം ഇഫക്റ്റീവായിട്ട് ഇറാൻ ഉപയോഗിച്ച ഒരു സംഗതിയാണ് ഈ ഹോർമസ് കടലിടുക്കിലെ ആ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ലോകത്തിന്റെ എണ്ണ വിപണിയുടെ 20% ഉണ്ടാക്കിയ ആ ഒരു പ്രത്യാഘാതം മാത്രമല്ല അത്. നോക്കൂ, നമ്മള് ചൈന, ജപ്പാൻ, മിക്കവാറും എല്ലാ ഏഷ്യൻ രാജ്യങ്ങളെയും ഈ യുദ്ധത്തിന്റെ ഒരു സാമ്പത്തിക സമ്മർദ്ദം അനുഭവിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചത് ആ ഒരു നടപടിയാണ്. അതുകൊണ്ട് തന്നെയാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ ഒരു മിലിറ്ററി ഓപ്ഷൻ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്ഷനേ അല്ല എന്ന് പറയുന്നതിന്റെ അതിലത്തേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു കാരണം അതാണ്. അതോടൊപ്പം തന്നെ ഈ രണ്ടാമതൊരു ബ്ലോക്കേഡ്, അതായത് ഇറാൻ ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചപ്പോ അതിന് പകരം മറ്റൊരു ബ്ലോക്കേഡ് അമേരിക്ക കൊണ്ടുവരുന്നതിന്റെ കാരണം തന്നെ അതുവഴി ഇറാനെ സമ്മർദ്ദത്തിലാക്കാം എന്നുള്ളതാണ്. പക്ഷെ അവിടെയും ഇറാന് മറ്റു പല ഓപ്ഷൻ ഉണ്ട്. അതായത് ഹോർമുസിലൂടെ മാത്രമല്ല അവരുടെ തുറമുഖങ്ങളിലേക്കുള്ള വ്യാപാരമോ ചരക്ക് നീക്കങ്ങളൊക്കെ നടക്കാനുള്ള മറ്റു ഓപ്ഷനുകൾ അവർക്കുണ്ട്. അപ്പോ ഈ ഒരു ഇഫക്റ്റീവായിട്ട് ആ ഹോർമുസ് കടലിടുക്കിനെ അതിന് ഇറാൻ എങ്ങനെ അതിനെ ഉപയോഗിക്കും എന്നതിന് മുൻകൂട്ടി കാണാൻ അമേരിക്കക്കും ഇസ്രായേലിനും പറ്റിയില്ല എന്നുള്ളതാണ് ഈ യുദ്ധത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ട്രംപ് കാർഡായിട്ട് മാറിയത്. അതാണെന്ന് കാണാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും മറ്റു വശങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്പൊ നോക്കൂ, ഇവിടെ നിന്നും സൂചിപ്പിക്കപ്പെട്ടു, ഇറാൻ ഈ ലോങ് ടേം യുദ്ധങ്ങളിൽ അമേരിക്കക്ക്, പ്രത്യേകിച്ച് അമേരിക്കയും പിന്നെ എല്ലാ അറബ് രാജ്യങ്ങളും ഒക്കെ സപ്പോർട്ട് ചെയ്ത സദ്ദാം ഹുസൈനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 80-88 ആ കാലയളവിൽ നടത്തിയ യുദ്ധത്തിൽ പിടിച്ചു നിന്നത് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാക്ടിക്കൽ നിലപാടാണ്. അതായത് ആ നിലപാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ സമയം ഞങ്ങളുടെ ഭാഗത്തുണ്ട്. അതായത് എത്ര നേരം തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ, അതായത് ഒരു അസിമെട്രിക് വാർഫെയറിൽ തങ്ങളെക്കാൾ മികച്ച ഒരു സൈനിക ശേഷിയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുക യുദ്ധത്തെ ഏറ്റവും അധികം കാലം നീട്ടിക്കൊണ്ടു പോവുക എന്ന ഒരു തന്ത്രം. അങ്ങനെ നീട്ടിക്കൊണ്ടു പോകുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആ വൻ സൈനിക ശക്തിക്ക് എതിരെ കാര്യമായ നാശനഷ്ടങ്ങൾ ഏൽപ്പിക്കുക. അത് ചിലപ്പോഴൊക്കെ ഇപ്പൊ ഈ യുദ്ധത്തിൽ സംഭവിച്ചത് അമേരിക്കയുടെ സൈനിക ഉപകരണങ്ങൾക്ക്, വിമാനങ്ങൾക്ക്, അതുപോലെ തന്നെ മറ്റ് പല സംഗതികൾക്കും കേടുപാടുകൾ സംഭവിച്ചുകൊണ്ട്. അതുപോലെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കട്ടെ, അമേരിക്കയുടെ പടക്കപ്പലുകൾ എബ്രഹാം ലിങ്കണും ജെറാർഡ് ഫോർഡും ഒക്കെ തിരിച്ചു പോകേണ്ടി വന്നത് പലപ്പോഴും ഇറാൻ തന്നെ ആക്രമിച്ചതിന്റെ ഫലമായിട്ടുണ്ട്. അതുപോലെ തന്നെ യുദ്ധം നീണ്ടുപോയതിന്റെ ഫലമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോ വിയറ്റ്നാമിൽ എങ്ങനെയാണോ അമേരിക്ക പരാജയപ്പെട്ടത്, ലോങ് ടേം വാർ എങ്ങനെയാണോ അമേരിക്കയ്ക്ക് പ്രയാസം ഉണ്ടാക്കിയത് ചരിത്രത്തിൽ, അത് ആവർത്തിക്കപ്പെടുന്ന ഒരു പോയിന്റാണ്. ഞാൻ സമയപ്രശ്നം എവിടെയാണ്. ശ്രീമതി മേരി ജോർജ്, ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞുവല്ലോ. അപ്പോൾ നമുക്കതിനകത്തൊരു പ്ലാൻ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ലോകത്ത് ഒരു ചേഞ്ച് ഉണ്ടാവുന്നു, യുദ്ധം ഉണ്ടാക്കുന്ന റിസഷൻ, അല്ലെങ്കിൽ ലോകത്ത് അല്ലാതെ ഇതിനു മുമ്പ് റിസഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അത്തരം റിസഷൻസിനെ അല്ലെങ്കിൽ പ്രതിസന്ധികളെ അല്ലെങ്കിൽ മാന്ദ്യങ്ങളെ കൈകാര്യം ചെയ്ത് പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് മുൻകാലത്ത്. ഇതൊരു ഒരർത്ഥത്തിൽ ഇന്ത്യക്ക് ഒരു വലിയ മാന്ദ്യം കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. നമുക്കതിനകത്തൊരു പ്ലാൻ ഉണ്ടോ? നമുക്ക് വളരെ കൃത്യമായി പറഞ്ഞാൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്ലാൻ ഇല്ലാതെ പോയി എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം നീതി ആയോഗിൻ്റെ ഒരു പഠനം, നമ്മുടെ GDP ഗ്രോത്തിനെ പറ്റിയുള്ള ഒരു പഠനം വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ 7.7% ആണ് GDPയുടെ ഗ്രോത്ത്. വാർഷിക ഗ്രോത്തായിട്ട് വിചാരിച്ചിരുന്നത് 7.6% ആയിരുന്നു. അതെങ്ങനെ സംഭവിച്ചു? അത് എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ തുടങ്ങുന്നതിന് മുൻപുള്ള കാലഘട്ടത്തെ ആയിരിക്കാം അവർ ആധികാരികമായിട്ട് എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം അതല്ല സംഭവിക്കാൻ പോകുന്നത് എന്നും ആ പഠനത്തിൽ പറയുന്നുണ്ട്. അതായത് കാർഷിക മേഖല എടുക്കുക. ഇന്ത്യയുടെ 48% തൊഴിൽ പ്രദാനം ചെയ്യുന്ന മേഖലയാണ് കാർഷിക മേഖല. ആ കാർഷിക മേഖലയുടെ വളർച്ച, ഞാൻ നിർമ്മല സീതാരാമൻ പറഞ്ഞ 3 Fകളെ പറ്റി പറഞ്ഞല്ലോ: ഫ്യൂവൽ, ഫെർട്ടിലൈസർ, ഫോറിൻ എക്സ്ചേഞ്ച്. ആ ഫെർട്ടിലൈസറിൻ്റെ ഇമ്പാക്റ്റാണ് കാർഷിക മേഖലയെ പിടിച്ചുലച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 2024-25 4.2% ഗ്രോത്താണ് കാർഷിക മേഖല രേഖപ്പെടുത്തിയത്. പക്ഷേ ഈ വർഷം 25-26 വർഷത്തിൽ അത് വെറും 3% കൂപ്പുകുത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ നമുക്ക് അതായത് യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയത് മുതൽ നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ ആശ്രയിച്ചാണ് നമ്മുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തത ഇരിക്കുന്നത് തന്നെ.
അപ്പോൾ ഈ വർഷം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ലഭ്യത കുറഞ്ഞു, അതുകൊണ്ട് തന്നെ ഉൽപ്പാദനം കുറഞ്ഞു. അങ്ങനെയാണ് 4.2% ഗ്രോത്ത് രേഖപ്പെടുത്തിയ കാർഷിക മേഖല 3% കൂപ്പുകുത്തിയത്. അത് മാത്രവുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന മേഖല കാർഷിക മേഖലയാണെന്ന്. അവിടെ അതായത് 22.2% ഗ്രോസ് വാല്യൂ ആഡഡ്, അതായത് GSDPയിലേക്ക് കാർഷിക മേഖല ക്രിയേറ്റ് ചെയ്യുന്ന, സംഭാവന ചെയ്യുന്ന മൂല്യം, അതായത് 22.3% അത് 25-26 20% കൂപ്പുകുത്തിയിരിക്കുന്നു. അപ്പോൾ അതായത് ഈ വർഷത്തെ നമ്മുടെ GDP ഗ്രോത്ത് 25-26 GDP ഗ്രോത്ത് താഴേക്ക് പോകും. എന്ന് വെച്ചാൽ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ പൊട്ടാസിക് ഫെർട്ടിലൈസർ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ അതിൻ്റെ റോ മെറ്റീരിയൽ ഇന്ത്യയിലില്ല. നമ്മളെപ്പോഴും റഷ്യയാണ് ആശ്രയിക്കാറുള്ളത്. പക്ഷേ മറ്റ് ഫെർട്ടിലൈസേഴ്സ് ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം. അതെന്തുകൊണ്ട് ആവശ്യത്തിന് ചെയ്യുന്നില്ല? ഈ എല്ലായ്പ്പോഴും അതായത് നമ്മൾ വികസിത് ഭാരത് 2047 എന്നൊക്കെ പറഞ്ഞാൽ പോരാ, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. ആ പ്രവർത്തനം ഇവിടെ നടക്കുന്നില്ല എന്നാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ കേട്ടോ, സമയമുണ്ടെങ്കിൽ. അതായത് ഫോറക്സ് റിസർവ് എന്ത് സംഭവിച്ചു? ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന് അതായത് 2014 60 രൂപ ഒരു ഡോളറിന് തുല്യമായിരുന്നു. അതേ സമയത്ത് ഇപ്പോൾ അത് 95 രൂപ = $1. അപ്പോൾ ഞാൻ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ചല്ലോ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുണ്ടായ ഒഴിഞ്ഞുപോക്ക്. അതൊക്കെ അതുപോലെ തന്നെ നമ്മുടെ എക്സ്പോർട്സിൻ്റെ മൂല്യം കുറഞ്ഞു, ഇമ്പോർട്ട്സിൻ്റെ മൂല്യം വർദ്ധിച്ചു. അതായത് നമ്മൾ കുറച്ച് മാത്രം എക്സ്പോർട്ട് ചെയ്യുന്ന അവസ്ഥ, കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന അവസ്ഥ വന്നു. അങ്ങനെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, അതായത് അടവ് ശിഷ്ട ബാക്കി നമുക്ക് വളരെ പ്രതികൂലമായ രീതിയിൽ, അതായത് അത് 1.3 ആണ് ഈ കഴിഞ്ഞ മാസം. അതുകൊണ്ട് ഈ സാമ്പത്തികമായി ഉണ്ടാകാൻ പോകുന്ന ഉലച്ചിലുകളെ ഫോർകാസ്റ്റ് ചെയ്യാനോ അതിന് പ്ലാൻ ഉണ്ടാക്കാനോ ദീർഘകാല പദ്ധതിയിലേക്ക് പ്രവേശിക്കാനോ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല എന്നൊരു പോയിന്റ് അവിടെ ഉണ്ട്. മോഹൻ പിള്ള, സമയം തീരുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോൾ ഈ യുദ്ധം എന്തായാലും യുദ്ധമാക്കി തന്നെ നിർത്താൻ ഇസ്രായേലിന് ആഗ്രഹമുണ്ട്. കാരണം അവർക്ക് വേറെ ഒരുപാട് പരിപാടികൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് യുദ്ധം എന്ന് പറയുന്നത് അവർക്ക് ആയുധങ്ങൾ കൊണ്ടും നിലനിർത്താൻ കഴിയും, ലോബിയിങ് കൊണ്ടും പറ്റും. സോ നമ്മൾ സത്യത്തിൽ ഇനിയും കാത്തിരിക്കേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത് വലിയ ആയുധങ്ങൾ കൊണ്ടുള്ള വലിയ യുദ്ധത്തെയാണോ? ഒരിക്കലും അല്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അവർ ചെയ്യാവുന്നതിന്റെ മാക്സിമം, അതായത് യുദ്ധം തുടങ്ങിയപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ അവർ വിചാരിച്ച രീതിയിൽ ഒരു കാര്യവും നടന്നില്ല. അവർ വിചാരിച്ചത് ടോട്ടൽ ഡിസ്ട്രക്ഷൻ, എലിമിനേറ്റ് ചെയ്യുക, റെജീം ചേഞ്ച്, അതൊക്കെ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളത്. അതൊന്നും നടന്നിട്ടില്ല. ഇപ്പം ഇതിനകത്ത് എല്ലാവരും പറയുന്നു എന്തോ യൂറോപ്യൻ യൂണിയൻ സാങ്ഷൻസ് ഒക്കെ കൂടുതൽ വരുമെന്ന്. അതൊരിക്കലും ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നില്ല. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഹൂത്തീസ് ഡയറക്റ്റ് ഇറങ്ങിയിരിക്കുന്നത്. ഹൂത്തീസ് ക്യാൻ ഇന്റർഫിയർ വേർ റെഡ് സീയിൽ. അപ്പോൾ എന്ത് ചെയ്യും? ഇവരെ വീണ്ടും തിരിച്ചു വരും. അതായത് ബാലൻസിങ് ആക്ട് ആണ് വരുന്നത്. ഇവിടെ ഹോർമോസിൽ ഇവിടെ പ്രഷർ ഉണ്ടാക്കുമ്പോൾ ഹൂത്തീസിന് റെഡ് സീയിൽ പ്രഷർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ബാലൻസ് ആക്ടിങ് വീണ്ടും നിലവിൽ വരാനായിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉള്ള വെപ്പൺ എന്റെ അടുക്കൽ ഐ തിങ്ക് ഡോക്ടർ താജ് പറഞ്ഞതുപോലെ ഹോർമോസ് എന്ന് പറയുന്നത് ഒരു മേജർ വെപ്പണും അതുപോലെ തന്നെ പ്രോക്സീസ് എന്ന് പറയുന്നത് സപ്ലിമെന്ററി വെപ്പൺസുമാണ്. ഇതുകൊണ്ടാണ് ഇറാൻ സർവൈവ് ചെയ്യുന്നത്. അതായത് ഒരു മിലിറ്ററി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ നോട്ട് ബിക്കോസ് ഓഫ് ദി വെപ്പൺ, ബിക്കോസ് ഓഫ് ദി നാച്ചുറൽ തിങ്സ് ബേസിക്കലി വി ക്യാൻ സേ. ബിക്കോസ് അതായത് ഒരു ട്രൂ രാജ്യം, സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള രീതിയിൽ പ്രോക്സികളെ എന്ത് ചെയ്താലും ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് ചങ്കൂറ്റത്തോടുകൂടി അഡ്മിറ്റ് ചെയ്ത് ആ രീതിയിൽ മുന്നേറുന്നത് കൊണ്ടാണ് ഇറാന് ഇപ്പോഴും സർവൈവൽ ക്രെഡിബിലിറ്റി വളരെ കൂടുതലുള്ളതും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മിസൈൽ എന്ന് പറയുന്നത് ഈവൻ ഇൻഫൻട്രിക്ക് അവിടെ ഷോൾഡർ മൗണ്ടഡ് മിസൈൽസ് ആണെന്നേ കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും, അതുകൊണ്ടാണല്ലോ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് അവിടെ ഒരു കാരണവശാലും നടക്കാത്തത്. ഉണ്ടാകുന്ന ഏത് പ്രകോപനവും വലിയ ദുരന്തങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയ ആക്രമണത്തിലേക്ക്, പ്രത്യാക്രമണത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ സമയപരിധി കൊണ്ട് ഇടപെടുകയാണ്. ലോകത്തെ ആകമാനം പിടിച്ചുലച്ചിട്ടുണ്ട് ഈ യുദ്ധം. അവസാനിക്കുന്നെങ്കിൽ അത് വേഗം അവസാനിക്കട്ടെ എന്ന് സകല മനുഷ്യരും ആശിക്കുകയും ചെയ്യുകയാണ്. നോക്കണം എന്താ സംഭവിക്കുന്നത്. താങ്ക് യു ബ്രിഗേഡിയർ മോഹൻ പിള്ള, മേരി ജോർജ്, ആഷിഖ്, ഒപ്പം സിതാജ് ആലുവ MCA ചർച്ചയുടെ ഭാഗമായതിന്.